ശബരിമലയിൽ പരമ്പരാഗത കാനനപാതയിലൂടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഇന്നു മുതൽ പ്രത്യേക പാസ് നൽകുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പാസുമായി നടപ്പന്തലിൽ എത്തുന്ന ഭക്തർക്ക് പ്രത്യേക വരിയിലൂടെ ദർശനം നടത്താം എന്നാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. തീർച്ചയായും ഇന്നു മുതലാണ് ആ പാസ് പ്രത്യേക എൻട്രി പാസ് നൽകി തുടങ്ങുക. കാനനപാത വഴി, പരമ്പരാഗത കാനനപാത വഴി നിരവധിയായി ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. വർഷങ്ങളായി അവർ കിലോമീറ്ററുകളോളം നടന്ന് വരുന്ന ഭക്തർ ഈ നടപ്പന്തലിനൊക്കെ എത്തിയ ശേഷം മണിക്കൂറുകൾ കാത്തുനിന്നാണ് അയ്യപ്പനെ ദർശിക്കുന്നത്. അത് വലിയ തരത്തിലൊരു, അതായത് സാധാരണയായി പമ്പയിൽ വന്നിറങ്ങി മലചവിട്ടി കയറുന്നവരും ഇത്തരത്തിൽ കാനനപാതയിലൂടെ വരുന്നവരുമൊക്കെ ഇവിടെ എത്തി മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊരു മാറ്റം വേണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഒരു തീരുമാനം ആയിട്ടുള്ളത്. അതായത് ഇന്ന് മുതൽ എവിടേക്ക് എരുമേലി വഴി ഈ പരമ്പരാഗത കാനനപാത വഴി എത്തുന്നവർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകി അവരെ ഇങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് എത്തുമ്പോൾ ആ എൻട്രി പാസ് വാങ്ങി ഇവിടെ നിന്നും പ്രത്യേക വരിയിലൂടെ ദർശനത്തിനായി കയറ്റി വിടുക എന്നുള്ളത്. അതുതന്നെയാണ് ഇന്ന് 7 മണി മുതൽ ശബരിമല ADM അരുൺ എസ് നായർ IAS അദ്ദേഹം ആദ്യ പാസ് നൽകി ഈ ഒരു കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഭക്തർ, അത് കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ് കാനനപാതയിലൂടെ ഉള്ളിൽ അയ്യപ്പനെ കുടിയിരുത്തി വ്രതം നോറ്റ് മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി അവരങ്ങനെ ശരണമന്ത്ര ധ്വനികളുമായി അങ്ങനെ നടക്കുകയാണ്. എല്ലാ വർഷവും അത് നമ്മൾ കാണുന്നതാണ് കാനനപാതയിലൂടെ വരുന്ന ഭക്തരെ. അപ്പോൾ അവർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. പുല്ലുമേട് വഴി വരുന്ന ഭക്തർക്കും ഇത് തന്നെയാണ്. അവർക്കും പ്രത്യേക പാസ് നൽകുന്നുണ്ട്. എന്തായാലും ഈ പാസുമായി ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് നേരിട്ട് തന്നെ, അതായത് നടപ്പന്തലിലേക്ക് എത്തുന്ന സമയം അവിടെ നിന്നും പ്രത്യേക വരിയിലൂടെ തന്നെ മുകളിലേക്ക് ഈ സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കും. ഇത് വനംവകുപ്പുമായി സഹകരിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതുവഴി ഈ പാസ് ഇവർക്ക് നൽകും. ഓരോ ഭക്തർക്കും ഈ മുക്കുഴിയിൽ വെച്ചാണ് പാസ് നൽകുക. ഇതിൽ തന്നെ ഈ പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് ഇവർക്ക് വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മരക്കൂട്ടത്ത് വെച്ച് ഈ ശരംകുത്തി വഴി ഒഴിവാക്കിയ ശേഷം ഈ ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയും ചെയ്യാം. ഈ നടപ്പന്തലിലെത്തുന്ന ഓരോ ഭക്തർക്കും ഇത്തരത്തിൽ അവരുടെ കയ്യിലെ പാസ് പരിശോധിച്ച ശേഷമാണ് ഈ മുകളിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ആ പാസിൻ്റെ ഒരു പ്രിൻ്റൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ അത്തരത്തിൽ വനംവകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ആ കാനനപാതയിലൂടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് കൃത്യമായും അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയ പാസ് നൽകുന്നു. അവർക്ക് എന്തെങ്കിലും വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ, അതോടൊപ്പം തന്നെ NDRFൻ്റെ സേവനം ആവശ്യമാണെങ്കിൽ അതും ഈ കാനനപാതയിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം തന്നെ. അതായത് ഈ കാനനപാതയിലൂടെ കിലോമീറ്ററുകളോളം ഇങ്ങനെ വരുന്ന സമയത്ത് പല സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ രാത്രി വൈകുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യം ഒക്കെ ഉണ്ടാകുമ്പോഴും അവിടെ നിന്നും ഭക്തരെ NDRF സംഘം അങ്ങോട്ടേക്ക് എത്തിയ ശേഷം ഫോറസ്റ്റിൻ്റെ സംഘം അങ്ങോട്ടേക്ക് എത്തിയ ശേഷം അവരെ ഇങ്ങോട്ടേക്ക് സന്നിധാനത്തേക്കും അതോടൊപ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന പല സാഹചര്യങ്ങളുണ്ടായി. അത്തരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായാൽ അതിനെ വേണ്ടിയിട്ടുള്ള ഇവിടെ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ ഒരു പ്രത്യേക പാസ് നൽകി അവർക്ക് ഒരു പരിഗണന നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. കാരണം ഈ സാധാരണയായി എല്ലാ വർഷവും ഈ സ്വാമിമാരൊക്കെ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നു മുതലാണ് അപ്പോൾ ആ പാസ്, എൻട്രി പാസുമായി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുക. ശരി മനോജ്, സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. അതോടൊപ്പം തന്നെ കാനനപാത വഴി എത്തുന്നവർക്ക് ഇന്നു മുതൽ പ്രത്യേക എൻട്രി പാസും നൽകി തുടങ്ങും. സന്നിധാനത്ത് നിന്നും മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.